ഹായ്, നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ഷാഹിറാണ്. ഒരുപാട് ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് വരുന്നുണ്ട്. PMJDY അപേക്ഷ ഓൺലൈനിൽ സ്വീകരിച്ചു തുടങ്ങി. ഉദ്യോഗാർത്ഥികൾക്ക് മീൻസ് അപേക്ഷ കൊടുക്കുന്ന ആൾക്കാർക്ക് 50,000 മുതൽ 2 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം ലഭിക്കും. 13 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് അപേക്ഷ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലിങ്കും ഉണ്ട്. ഇങ്ങനെയുള്ള ലിങ്കുകൾ നിങ്ങളൊരു കാരണവശാലും ഷെയർ ചെയ്യരുത്. കാരണം വെച്ചാൽ നിങ്ങൾ ആ ലിങ്കിൻ്റെ സ്ട്രക്ചർ നോക്കുക. ഇതൊരു ഫേക്ക് ലിങ്കാണെന്ന് ഒറ്റ നോട്ടം കൊണ്ട് മനസ്സിലാകുന്ന മെത്തേഡ് ഞാൻ പറയാം. ലിങ്കിൻ്റെ തൊട്ട് സ്റ്റാർട്ടിങ്ങിൽ എന്താ ഉള്ളത്? https://utyu.vegla.xyz. ഈ സ്റ്റാർട്ടിങ്ങിൽ ഡോട്ടിന് ശേഷം ടു ലാസ്റ്റ് ഡോട്ടിന് ശേഷം അവസാനിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം അതാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും കേരള ഗവൺമെൻറ് ആണെങ്കിലും ഏത് സംസ്ഥാനത്തിൻ്റെ ആണെങ്കിലും .gov.in എന്ന രൂപത്തിലേക്ക് അവസാനിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ആണെങ്കിൽ kerala.gov.in, കേന്ദ്രത്തിൻ്റെ ആണെങ്കിൽ .gov.in എന്നുള്ള രൂപത്തിലേക്ക് അവസാനിക്കും. ഇവിടെ എങ്ങനെയുള്ളത് .xyz, അതിനുശേഷം വേറെ വയ്ക്കുക. ഓക്കെ, PMJDY ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾ ഇങ്ങനെയുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. PMJDY എന്താണെന്നുള്ള കാര്യം ഗൂഗിൾ അമ്മച്ചിനോട് ചോദിച്ചാലും ഗൂഗിൾ ചേച്ചിനോട് ചോദിച്ചാലും അവരും പറഞ്ഞാലും ജെമിനി ചേച്ചിനോട് പറഞ്ഞാലും ചോദിച്ചാലും ആരും ചോദിച്ചാലും പറയാം. ഓക്കെ, ഇതിൽ അക്ഷയ വഴിയോ അതിൽ പിന്നെ ഏതെങ്കിലും കേന്ദ്രങ്ങൾ വഴിയോ ഒരിക്കലും നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ ഒരു മെസ്സേജ് ഫേക്കാണ്. നിങ്ങൾ ഡാറ്റ ചോർത്താനുള്ള ഒരു ഹാക്കിംഗ് മെത്തേഡായിട്ട് ഇതിനെ കാണാൻ പറ്റും. ഓക്കെ, വെറുതെ ഇങ്ങനെയുള്ള ലിങ്കുകൾ നിങ്ങൾ ഷെയർ ചെയ്യാനും പാടില്ല, ക്ലിക്ക് ചെയ്ത് നിങ്ങളെ സമയം കളയാനും പാടില്ല. ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസോ മൊബൈൽ ഡാറ്റയോ അടിച്ചു മാറ്റാനുള്ള ഒരു ഹാക്കിംഗ് മെത്തേഡാണ് ഇതിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിലോ നിങ്ങളുടെ കാര്യം പോക്കാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് പറഞ്ഞ നിങ്ങളുടെ മെസ്സേജിൽ പരമാവധി ഷെയർ ചെയ്യുന്നത് ഒഴിവാക്കുക. നിങ്ങൾ വായിച്ച അന്നേരം സ്പോളിൽ ഡിലീറ്റ് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഭാഗ്യ പരീക്ഷണത്തിന് നിൽക്കരുത്. ഇനി PMJDY കുറിച്ച് ഞാൻ പറയാം. പ്രധാനമന്ത്രി ജൻധൻ യോജന ഇത് ഈ വർഷമൊന്നുമല്ല, ഒരുപാട് വർഷം മുന്നേ തുടങ്ങിയതാണ്. 2018-19 സമയത്ത് തുടങ്ങിയതാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഇതുവരെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതുവരെ സാമ്പത്തിക കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നാഷണലൈസ്ഡ് ബാങ്കുകളായിട്ടുള്ള കനറ ബാങ്ക്, SBI ബാങ്ക്, നാഷണൽ ബറോഡ തുടങ്ങിയ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു 0 ബാലൻസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നതിലപ്പുറം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇതിന് വേറെ കാര്യങ്ങളൊന്നുമില്ല. അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത ഒരാൾക്ക് റുപേ കാർഡിൽ കിട്ടുന്ന PMJDY പ്രകാരം 0 ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ആക്കിയ ഒരു വ്യക്തിക്ക് ഒരു ATM കാർഡും കൂടി കിട്ടും. റുപേ ഡെബിറ്റ് കാർഡ് കിട്ടും. ആ റുപേ ഡെബിറ്റ് കാർഡ് പ്രകാരം നിങ്ങൾക്ക് എന്തുണ്ട്? ആക്സിഡൻ്റൽ ഡെത്തിന് 2 ലക്ഷം രൂപ വരെയുള്ള കവറേജ് ഉണ്ട്. നോർമൽ ഡെത്തിന് ഇല്ല. ആക്സിഡൻ്റ് ഡെത്തിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സ്ത്രീകൾക്കാണ് ഇതിന് ഈ ഒരു 0 ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള മുൻഗണനയുള്ളത്. നിലവിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് എലിജിബിൾ അല്ല. അക്കാര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇതുവരെ ഒരു ബാങ്കിലും അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് എടുക്കാൻ പറ്റൂ. അത് ഓൺലൈനായിട്ടല്ല, പുറത്ത് മാത്രമാണ്. ഏത് മീൻസ് കനറ ബാങ്ക്, ഞാൻ പറഞ്ഞ നാഷണലൈസ്ഡ് ബാങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു സംവിധാനമുള്ളൂ. ഇതിന് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്. 10,000 രൂപ വരെ ഉള്ള ലിമിറ്റുള്ള ഓവർ ഡ്രാഫ്റ്റ് കിട്ടും. അത് വേണം ധനസഹായത്തെ കാണാൻ. ശരിക്കും പറഞ്ഞാൽ ഒരു ഓവർ ഡ്രാഫ്റ്റ് എന്നൊരു ലോണാണ്. നിങ്ങൾ ആ ഒരു എമൗണ്ട് എടുത്താൽ നിങ്ങൾക്ക് അതിനെ തിരിച്ചടക്കുന്ന ഓരോ മാസത്തേക്കും ഒരു ചെറിയ ചാർജ് ഉണ്ടാവും. ഓക്കെ, ഒരു ആനുവൽ ചാർജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നല്ലാതെ ഇത് ഫ്രീ ആയിട്ട് തരുന്നതല്ല, ഒരു ലോണാണ്. ഓവർ ഡ്രാഫ്റ്റ് ഓടി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ലോണാണ്. അക്കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. വേറെ ക്രൈറ്റീരിയകളൊന്നും ഇല്ലാതെ തരുന്നതല്ല. എലിജിബിൾ ആയിട്ടുള്ള അക്കൗണ്ടുകൾക്കുള്ള ലേഡീസിനാണ് ഈ ഒരു ഓവർ ഡ്രാഫ്റ്റ് കിട്ടുക എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഓക്കെ, ഈ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ആവശ്യമുള്ളത് ആധാർ കാർഡ്, 2 കോപ്പി ഫോട്ടോ, ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ, പാൻ കാർഡ്. ഇതെടുത്ത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള നാഷണലൈസ്ഡ് ബാങ്കുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ പറ്റും. എന്നല്ലാതെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അതിലൊരു പ്രൈവറ്റ് കമ്പ്യൂട്ടർ സെൻ്ററുകൾ വഴിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ തൊട്ടടുത്തുള്ള ഓഫീസിൽ പോയാൽ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആക്കാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊരു ഫേക്ക് മെസ്സേജാണ്, ഫേക്ക് ലിങ്കാണ്. നിങ്ങളുടെ ഡീറ്റെയിൽസ് വെറുതെ ചോർത്താനുള്ള ഒരു സംവിധാനം ഇത് കണ്ടുകൊണ്ട് ഇനിയെങ്കിലും ഇത് ഷെയർ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ഒഴിവാക്കുക. ഷെയർ ചെയ്യേണ്ട പരിപാടി നിർത്തുക. അക്ഷയ സെൻറ്ററിലേക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ സമയം കളയാതിരിക്കുക. കാരണം നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. 1 മിനിറ്റ് ആണെങ്കിൽ 2 മിനിറ്റ് ആണ്. നിങ്ങളുടെ ഓരോ വ്യക്തികളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾ ഉടായിപ്പ് മെസ്സേജുകൾക്ക് സമയം കളയാൻ
നിങ്ങൾക്ക് സമയമില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. നിങ്ങളുടേതായ ജോലികളിലേക്ക് നിങ്ങൾ വ്യാപൃതരാവുക. ഓക്കെ, അപ്പോൾ ഇതിനെക്കൊണ്ട് ഇങ്ങനെ ഷെയർ ചെയ്തതിനെ കൊണ്ട് എന്താണ് ഉപകാരം? എന്താണ് ഉപകാരം നമുക്കറിയില്ല. എന്നിരുന്നാലും ചെറിയൊരു എൻ്റെ ഒരു കണ്ടെത്തൽ ഞാൻ പറയാം, പ്രധാനമന്ത്രിയുടെ ഫോട്ടോ നാട്ടുകാരുടെ മുമ്പിൽ പ്രചരിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഏത് മേഖലയിൽ നിന്ന് വരുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ വെറുതെ ഇങ്ങനെ അവരുടെ കയ്യിലേക്ക് എത്തിക്കണോ? മൊബൈൽ ഡാറ്റയിൽ വെറുതെ ചോരാൻ നിങ്ങളായിട്ടൊരു കാര്യം കാണിക്കണോ? ഒരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കണോ? ഓക്കെ, ഒന്നും വേണ്ടല്ലോ. അതുകൊണ്ട് പരമാവധി എൻ്റെ ഈ വീഡിയോ എല്ലാവരുടെയും ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാവരും പഠിക്കുക, മനസ്സിലാക്കുക. നിങ്ങളുടെ അക്കൗണ്ട്, നിങ്ങളുടെ മൊബൈൽ വളരെ സുരക്ഷിതമായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. എല്ലാവിധ ആശംസകളും നേരിടും.